Mesmerizing wedding collection. Tejaswini by Chungat Jewelry. വിദേശ നിർമ്മിത കണ്ണടകൾ 250 രൂപ മുതൽ 1 വർഷത്തെ വാറന്റിയോടെ ഇനി കണ്ണു തുറക്കാം കാഴ്ചയുടെ പുതിയ ലോകത്തേക്ക്. ഇടിമണ്ണിക്കൽ എഡ്ജ് ഓപ്റ്റിക്കൽസ് ഓപ്പോസിറ്റ് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ, അങ്കമാലി. ഇടശ്ശേരി ജ്വല്ലറി, കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി, കാലടി. കർഷകർക്കും സംരംഭകർക്കും താങ്ങും തണലുമേകാൻ നവീന സംരംഭമൊരുക്കി ശ്രീമുളനഗരം സർവീസ് സഹകരണ ബാങ്ക്. ഉൽപ്പന്നങ്ങൾ വാങ്ങാനും വിൽക്കാനും കൈപ്ര ചന്ത മാർച്ച് 9-ന് പ്രവർത്തനം തുടങ്ങും. കർഷകരും സ്വയം തൊഴിൽ സംരംഭകരും അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രശ്നമാണ് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് വിപണി കണ്ടെത്തുക എന്നത്. ആധുനിക കാലത്ത് മൺമറഞ്ഞുപോയ പഴയ ഗ്രാമചന്തകളെ തിരികെ കൊണ്ടുവരിക എന്നത് ഈ പ്രശ്നത്തിന് വലിയൊരു പരിഹാര മാർഗമാണ് എന്ന തിരിച്ചറിവാണ് കൈപ്ര ചന്ത എന്ന പുതിയ സംരംഭത്തിലേക്ക് ശ്രീമുളനഗരം സർവീസ് സഹകരണ ബാങ്കിനെ എത്തിച്ചത്. ഇതുവഴി കർഷകർക്കും സംരംഭകർക്കും തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ നേരിട്ട് ഉപഭോക്താക്കളിലേക്ക് എത്തിക്കാനും ആവശ്യക്കാർക്ക് ഇവ വാങ്ങാനും സാധിക്കും. ശ്രീമുളനഗരം SNDP ശാഖാ മന്ദിരത്തിന് എതിർവശം ബാങ്കിന് സ്വന്തമായുള്ള സ്ഥലത്ത് ശനി ഞായർ ദിവസങ്ങളിൽ ചന്ത പ്രവർത്തിക്കും. മാർച്ച് 9-ന് ശനിയാഴ്ച വൈകിട്ട് 6 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ C. രവീന്ദ്രനാഥ് കൈപ്ര ചന്ത നാടിന് സമർപ്പിക്കുമെന്ന് ബാങ്ക് പ്രസിഡന്റ് TK സന്തോഷ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ശ്രീമുളനഗരം സഹകരണ ബാങ്കിന്റെ ഒരു നവീന സംരംഭത്തിന് ഞങ്ങൾ തുടക്കം കുറിക്കുകയാണ്. അവിടെ ബാങ്കിൻ്റെ സ്വന്തം സ്ഥലത്ത് ബാങ്ക് ശനി ഞായർ ചന്ത എന്ന നിലയിൽ കൈപ്ര ചന്ത എന്ന പേരിൽ നമ്മളൊരു സംരംഭമാണ് ആരംഭിക്കുന്നത്. അത് പ്രധാനമായും കൈപ്ര ചന്ത എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് ശ്രീമൂലനഗരത്തിൻ്റെ ഒരു പേര് കൂടിയാണ് കൈപ്ര ചന്ത. അതിൻ്റെ ഒരു സ്വഭാവം എന്താണെന്ന് വെച്ചാൽ നാടൻ ഉൽപ്പന്നങ്ങൾ ഈ കൈപ്ര ചന്തയിൽ വിൽക്കാൻ കൊണ്ടുവരികയും നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് അത് യഥേഷ്ടം വാങ്ങാനും കഴിയുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അപ്പോൾ കൈപ്ര ചന്ത, ചോര അങ്ങാടി, കാഞ്ഞൂർ അങ്ങാടി തുടങ്ങിയ വാണിജ്യ കേന്ദ്രങ്ങളെ ആ നിലയിലാണ് നമ്മുടെ നാട്ടിൽ പഴയകാല ചന്തകൾ അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ പുതിയ കാലഘട്ടത്തിൽ അതെല്ലാം ഓർമ്മയായി മാറി. അപ്പം ഞങ്ങളതിനകത്ത് അതിൻ്റെ ഒരു തിരിച്ചുപോക്ക് പൂർണ്ണമായി കഴിയില്ലെങ്കിലും അത് ലക്ഷ്യമാക്കുന്ന അതാണ്. പ്രധാനമായ 2 കാര്യങ്ങളാണ്. ഒന്ന്, ഈ നാടൻ ഉൽപ്പന്നങ്ങൾ, ഗ്രാമീണ ഉൽപ്പന്നങ്ങൾ നമ്മുടെ നാട്ടിൽ യഥേഷ്ടം ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ ഭക്ഷ്യവസ്തുക്കൾ, ഉദാഹരണത്തിന് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ സ്വന്തം കൃഷി ചെയ്ത് തന്നെ, മഞ്ഞളൊക്കെ വ്യാപകമായി കൃഷി ചെയ്തുകൊണ്ട് തന്നെ അത് ഉൽപ്പാദിപ്പിച്ച് പൊടിയാക്കി മാറ്റുന്ന സ്ഥിതി നമ്മുടെ നാട്ടിലെ ചെറിയ ചെറിയ സംരംഭകർ തന്നെ ചെയ്യുന്നുണ്ട്. പിന്നെ ബേക്കറി ഐറ്റംസ് എന്ന് പറയുമ്പോൾ പലഹാരങ്ങൾ നല്ല ശുദ്ധമായ രീതിയിൽ ഉണ്ടാക്കുന്ന ആളുകളുണ്ട്, കൊട്ട നെയ്യുന്ന ആളുകളുണ്ട്. അങ്ങനെ ഗ്രാമീണ ഉൽപ്പന്നങ്ങൾ നല്ല നിലയിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുകയും വിൽപ്പന നടത്താൻ വേണ്ടി അവർ തയ്യാറായി ചെയ്തിട്ടുണ്ട്. പക്ഷെ അവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർക്ക് സ്ഥിരമായ ഒരു സ്റ്റോള് എടുത്ത് വാടകയ്ക്കെടുത്ത് നടത്താൻ പറ്റുന്ന സ്ഥിതിയില്ല. അത് അവരെ ഇപ്പോൾ വലിയൊരു വാടക കൊടുത്ത് നടത്തിയിട്ട് ലാഭകരമായ അവസ്ഥയിലേക്ക് ഉണ്ടാകാൻ കഴിയുന്നില്ല. അപ്പം ഞങ്ങളുടെ ബാങ്കിൻ്റെ പരിധിയിൽ വരുന്ന ഈ സംരംഭകർ മിക്കവാറും ഞങ്ങളുടെ അംഗങ്ങൾ തന്നെയാണ്. ഞങ്ങൾ ലോൺ കൊടുത്തിട്ടാണ് അവർ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് വാടകയ്ക്ക് മുറിയെടുത്ത് ഈ ഉൽപ്പന്നങ്ങൾ വിൽക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടായി വരുന്നത് കൊണ്ട് മിക്കവാറും അവർക്ക് നല്ല രീതിയിൽ അത് നടത്തിക്കൊണ്ടുപോകാൻ കഴിയുന്നില്ല എന്നൊരവസ്ഥയുണ്ട്. അത് ബാങ്ക് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ കൈപ്ര ചന്ത ആരംഭിക്കുന്നത്. അപ്പോൾ ശനി ഞായർ ദിവസങ്ങളിൽ ഇവരുടെ പ്രോഡക്റ്റുകൾ അവിടെ കൊണ്ടുവന്ന് വിൽക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യം ബാങ്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ശനി ഞായർ പൊതുവെ നല്ല വസ്തുക്കളായിട്ടുള്ള ഈ പറയുന്ന മായം ചേർക്കാത്ത, വിഷം ചേർക്കാത്ത ഭക്ഷ്യവസ്തുക്കൾ, പച്ചക്കറികൾ എല്ലാം തന്നെ ഈ വിപണന രംഗത്ത് ഈ പറയുന്ന മാർക്കറ്റിൽ ഉപഭോക്താവെന്ന നിലയിൽ അത് ഉൽപ്പാദിപ്പിക്കുന്ന ആളുകൾക്ക് വിപണി വെക്കാനും നമുക്ക് നേരെ വന്ന് വാങ്ങാനും കഴിയും. അതാണ് ഈ ചന്തയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം. അപ്പോൾ ഈ ചന്ത 9-ാം തീയതി വൈകിട്ട് 6 മണിക്ക് ഉദ്ഘാടനം ചെയ്യുകയാണ്. അപ്പോൾ കാർഷിക രംഗത്ത് കൃത്യമായ കാഴ്ചപ്പാട് രൂപീകരിക്കുന്നതിൽ നല്ല പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന മുൻ വിദ്യാഭ്യാസ മന്ത്രി കൂടിയായ പ്രൊഫസർ C. രവീന്ദ്രനാഥാണ് അതിൻ്റെ ഉദ്ഘാടനമായിട്ട് നമ്മൾ വിളിച്ചിട്ടുള്ളത്. അദ്ദേഹം വൈകിട്ട് 6 മണിക്ക് ഈ ചന്ത ഉദ്ഘാടനം ചെയ്യും.
തുടർന്ന് ബാങ്കിന്റെ അതിർത്തിയിൽ ഇപ്പോഴും കാർഷിക രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കർഷകരെ ആദരിക്കുക എന്നുള്ളൊരു ചുമതല സർക്കിൾ സഹകരണ യൂണിയന്റെ പ്രസിഡന്റ് ശ്രീ കെ എ ചാക്കോച്ചൻ നിർവഹിക്കും. പിന്നെ ഈ അടുത്ത കാലത്ത് നിക്ഷേപ സമാഹരണത്തിൽ ഞങ്ങളുടെ ബാങ്ക് ഏകദേശം 2 കോടി രൂപയോളം നിക്ഷേപം സമാഹരിക്കുന്നു. നിക്ഷേപം പിൻവലിക്കുന്ന ഒരു പ്രവണത സഹകരണ മേഖലയിൽ ഈ അടുത്ത കാലത്തുണ്ടായ ചില പ്രശ്നങ്ങളെ മുൻനിർത്തി ഉണ്ടായത് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷെ ആ സാഹചര്യത്തിൽ വളരെ നല്ല രീതിയിൽ നിക്ഷേപം പുതുതായിട്ട് ഏകദേശം 2 കോടി രൂപയോളം ഞങ്ങളുടെ ബാങ്കിന് സമാഹരിക്കാൻ കഴിഞ്ഞു. അതിന് നേതൃത്വം കൊടുത്ത സ്റ്റാഫിലെ ആളുകളെയും ഡയറക്ടർ ബോർഡ് ആളുകളെയും ആദരിക്കുക എന്നുള്ള ഒരു കടമ ബഹുമാനപ്പെട്ട രജിസ്ട്രാർ, അസിസ്റ്റന്റ് രജിസ്ട്രാർ ശ്രീ മനോജ് കെ വിജയൻ നിർവഹിക്കും. ഈ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് ഈ 9-ാം തീയതി ഇവിടെ ബാങ്കിന്റെ യോഗത്തിൽ ഞങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഇക്കാര്യങ്ങൾ നിങ്ങളെല്ലാവരും അനിവാര്യ രീതിയിൽ തന്നെ പ്രചരണത്തിനും പ്രസിദ്ധീകരണം കൊടുക്കണം എന്നാണ് ഈ പത്രസമ്മേളനത്തോട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആലുവ സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ കെ എ ചാക്കോച്ചൻ കർഷകരെ ആദരിക്കും. നിക്ഷേപ സമാഹരണത്തിൽ മികച്ച പ്രവർത്തനം നടത്തിയവരെ സഹകരണ അസിസ്റ്റന്റ് രജിസ്ട്രാർ മനോജ് കെ വിജയൻ ആദരിക്കും. സമ്മേളനാനന്തരം വിവിധ കലാപരിപാടികളും ഉണ്ടാകും. ബാങ്ക് സെക്രട്ടറി CP ഹരിദാസ്, ഡയറക്ടർ ബോർഡ് അംഗം A താഹ മാസ്റ്റർ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ചെറുകിട സംരംഭകർക്കും കർഷകർക്കും ഉദാരമായി വായ്പകൾ നൽകി വരുന്ന ഒരു സഹകരണ സംരംഭമാണ് ശ്രീമൂലനഗരം സർവീസ് സഹകരണ ബാങ്ക്. അതിനാൽ തന്നെ അവരുടെ നിലനിൽപ്പിനും വളർച്ചയ്ക്കും അനുയോജ്യമായ സാഹചര്യം ഒരുക്കിക്കൊടുക്കുക എന്ന ധാർമ്മിക ഉത്തരവാദിത്വമാണ് ബാങ്ക് ഏറ്റെടുത്തിരിക്കുന്നതെന്ന് ഭരണസമിതി അംഗങ്ങൾ വ്യക്തമാക്കി. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? നമ്മുടെ MV ചാക്കോ ജ്വല്ലറിന്ന്. 70 വർഷത്തെ പാരമ്പര്യല്ലേ? MV ചാക്കോ ജുവല്ലേഴ്സ്, അങ്കമാലി.